യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത് പ്രിയ തലയിൽ പുരട്ടുന്ന ഓയിലല്ലേ? ഇത് ചവിട്ടിയാ പൂജ വീഴാൻ പോയത്. അവള് തലയിൽ തേക്കുന്ന എണ്ണ ഇവിടെ അങ്ങനെ വന്നു. അത് ശരി, നിങ്ങൾ കേക്ക് മുറിക്കാൻ വരുമെന്ന് അറിഞ്ഞ് അനുമോൾ ഓയിൽ കൊണ്ടുവന്ന് ഒഴിച്ചു അല്ലേ? അത് അവിടുന്ന് പോയി. അതെന്തോ എനിക്കറിയില്ല. ദേ, ഒരു കാര്യം കൂടി, ഈ കേക്കിന് മുകളിൽ ഞാൻ 2 മെഴുകുതിരി വെച്ചിട്ട് പൂജ വിളിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ഒന്ന് കാണുന്നില്ല. അതവിടെ പോയി. ഓ, ആ പഴിയും എണിക്കാൻ വയ്യാത്ത അനുക്കുട്ടിയുടെ തലയിലാക്കാനാണോ? അജുവേട്ടൻ പറയുന്നത് ശരിയാ അച്ഛമ്മേ. ഏതോ ഒരു നിഴല് എന്നെ കടന്നു പോകുമ്പോലെ എനിക്കും തോന്നി. ഞാനത് അജുവേട്ടനോട് പറഞ്ഞതുവാ. നിഴലോ? അനുമോൾ എന്താടി പ്രേതമാണോ? നിഴല് പോലെ നിന്നെ അങ്ങോട്ട് കടന്നു പോവാന്? യക്ഷിയായാലും പ്രേതമായാലും ശരി, ഞങ്ങളെ മറഞ്ഞിരുന്ന് വാച്ച് ചെയ്യുന്ന പണിയാണ് അവൾക്കുള്ളതെങ്കിൽ അവൾ ഈ വീൽ ചെയറിൽ ഇരുന്ന് കാണിക്കുന്ന നാടകം നിർത്തിക്കോളാൻ പറയണം. നിനക്കെന്താടാ വട്ടായോ? അതോ ഇവള് പറയുന്നത് മാത്രം കേട്ട് ബുദ്ധിയില്ലാതായോ? മുകളിലെ മുറിയിൽ അനങ്ങാതെ കിടക്കുന്ന അവളെങ്ങനെ ഇവിടെ വരാനാ? അനങ്ങാൻ വയ്യാന്നുള്ളതൊക്കെ അവളുടെ നല്ല അഭിനയമാണ്. ഞാനത് എത്ര തവണ പറഞ്ഞു. അനാവശ്യം പറയരുത്. എന്റെ പാവം കുട്ടി. ആദ്യം അവളെ ഈ വീട്ടിലെ പേരക്കുട്ടി അല്ലെന്നായിരുന്നു നിന്റെ വാദം. പിന്നെ എവിടെയോ കിടന്ന് ചത്ത ഏതോ ഒരുവന്റെ പേരും പറഞ്ഞായിരുന്നു കോടതി കയറ്റിയത്. സാക്ഷിയെ കൊന്നു തള്ളിയ ശേഷം നിങ്ങളൊക്കെ കൂടി അവളെ ഒളിച്ചു കടത്തി. അവസാനം ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ അഭിനയിക്കുന്നു അല്ലേ? അച്ഛമ്മേ, ഞങ്ങൾ പറഞ്ഞതാണ് സത്യം. വേണ്ട, ആ സത്യം ഇപ്പൊ തന്നെ തെളിയിക്കാം. റൂമിൽ പോയി നോക്കാം. എന്തായാലും നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പം ഒളിച്ചിരിക്കുന്ന അനുമോൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. മധു വാ. പൂജ